ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു പൊതു വിഷയമുണ്ട്. നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ? നിനക്ക് യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ പല രീതിയിൽ അറിഞ്ഞ ആളുകളെ കുറിച്ച് നാം ചിന്തിച്ചു. പല രീതിയിലാണ് യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിനെ ആളുകൾ എന്ത് ചെയ്തത്? അറിഞ്ഞത്. ഇടയന്മാർ യേശുവിനെ ലോകരക്ഷകനായിട്ട് അറിഞ്ഞു. ഞാൻ പറഞ്ഞു മാത്രമേ പോകത്തുള്ളൂ. കിഴക്ക് നിന്ന വിദ്വാൻമാർ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ടറിഞ്ഞു. ഭൂതങ്ങൾ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ യേശുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധനായി അറിഞ്ഞു. ശതാധിപൻ യേശുവിനെ അധികാരമുള്ളവനായിട്ടറിഞ്ഞു. യേശുവിൻ്റെ അമ്മ യേശുവിനെ എൽ ഷദായ്, സർവ്വതും സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ട് യേശുവിനെ അറിഞ്ഞു. ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ ആദ്യം ഒരു യഹൂദനായിട്ടും പിന്നെ ഒരു പ്രവാചകനായിട്ടും പിന്നെ മശിയായിട്ടും അറിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ യേശുവിനെ ഏലിയാവായിട്ട് അറിഞ്ഞു. വരുവാനുള്ള ഏലിയാവാണ് ഇവനെന്ന് അറിഞ്ഞു. വേറെ ചിലർ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റവനാണ് ഇവനെന്ന് അവനെക്കുറിച്ച് മനസ്സിലാക്കി. പീലാത്തോസിൻ്റെ ഭാര്യ യേശുവിനെ നീതിമാനായിട്ട് അറിഞ്ഞത്. നീതിമാൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്? വെറുതെ പോയി ഇടപെടരുത്. നിക്കോദിമോസ് യേശുവിനെ ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവായിട്ടും ദൈവം കൂടെ ഇരിക്കുന്ന ഒരുവനായിട്ടും എന്ത് ചെയ്തു? മനസ്സിലാക്കി. ലൂക്കോസ് 18:35 മുതൽ ആ വാക്യം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെയിരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടപ്പോൾ ഇതെന്ത് എന്ന് ചോദിച്ചു. നസറയനായ യേശു കടന്നു പോകുന്നു. യേശു പുരുഷാരത്തിന് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തുവായിരുന്നു? നസ്രത്തുകാരനായ യേശു. യേശുവിനെ ആ ജനം, എരിഹോവിലെ ജനങ്ങൾ മുഴുവൻ യേശുവിനെ അറിഞ്ഞേക്കുന്നത് എങ്ങനെ? ഇവൻ നസ്രായനായ യേശു. ഞങ്ങളെ പറയാറുണ്ട് അയലൂക്കാരൻ എന്ന് പറയുന്ന പോലെ, അല്ലേ? അല്ലെ കുന്നംകുളത്തുകാർ, അല്ലെങ്കിൽ കൊച്ചിക്കാർ, അല്ലേ? പണ്ടൊക്കെ ഇവിടെ വരുന്നവർ അങ്ങനെ പറയും, കൊച്ചിക്കാരാവരെന്ന് പറയും. ഇവിടുന്ന് അവിടെ ചെന്താണെന്ന് വെച്ചാൽ പറയും തൃശ്ശൂർക്കാരെന്ന് പറയും. നമ്മുടെ നാട്ടുപേരില്ല. അപ്പം എരിഹോവിലുള്ളവർ യേശുവിനെ അറിഞ്ഞത് എങ്ങനാ? നസ്രത്തുകാരനായ യേശു. അതൊരു അറിവ് തന്നെ. അറിവ് മോശമൊന്നുമല്ല, അറിവ് സത്യവും തന്നെയായിരുന്നു. കാരണം ഇവനെ നസ്രത്തുകാരനെന്ന് വിളിക്കാൻ, നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരാത്ത ഒരു ദേശം, അവിടുന്നാണ് ഈ നന്മ ചെയ്യുന്ന ഒരുത്തൻ എന്ത് ചെയ്തത്? വന്നത്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദേശത്തിൻ്റെ പേര് മാറ്റിക്കുറിച്ച ഒരുത്തനാണ് ഇവന്. നസ്രത്തിനെ കുറിച്ചുള്ള ആകെയുള്ള കേൾവി എന്താ? ഒരു നന്മയും വരാത്ത രാജ്യ, ഒരു ഗതി പിടിക്കാത്ത, നന്മ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവിടുന്ന്. ആ ഒരുത്തൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പം നസ്രത്തുകാരനായ യേശു എന്ന് മാത്രമേ യേശുവിൻ്റെ കൂടെ നടന്ന പുരുഷാരത്തിന് യേശുവിനെ അറിയത്തുള്ളൂ. ആ അറിവ് ശരിയൊക്കെയാ, അറിവ് ശരിയാ. പക്ഷെ അവൻ അതുക്ക് മേലെയുള്ളവനാ. നിന്റെ അറിവിനേക്കാൾ എത്രയോ എത്രയോ ഉയർന്നവനാണെന്നറിയാമോ അവന്? അവനെ ഇപ്പോഴും നീ അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല. അപ്പം ഈ കുരുടൻ ചോദിക്കുക, ഇവൻ ആരാ? എന്നാ ഇത്രയും ഒച്ചപ്പാടും ഇത്രയും ശബ്ദമൊക്കെ? ജനത്തിൻ്റെ മറുപടി, അവൻ നസ്രത്തുകാരൻ, നസ്രയനായ യേശു ഇതിലേ കടന്നു പോകുന്നു. അത് കേട്ടപ്പോൾ ഇവൻ്റെ മറുപടി എന്നാന്ന് നോക്കാം നമുക്ക്. യേശുവേ ദാവീദ് പുത്ര. ഉടനെ ഇവൻ പറയുന്നത് എന്നാന്നറിയാമോ? ഇവനെ അടുത്തൊരു പടി കടത്തിയാ പറയുന്നത്. നസ്രയനായ യേശു പോകുന്നു എന്നാണ് ഇവനോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇവന്റെ പ്രതികരണം എന്നാന്നറിയാമോ? യേശുവേ ദാവീദ് പുത്ര. അതെവിടുന്ന് കിട്ടി ഇവൻ ഈ അറിവ്? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇവൻ ദാവീദ് പുത്രനാണെന്ന്. ജനം മുഴുവൻ ഇവനോട് പറഞ്ഞ എന്തുവാ? ഇവൻ നസ്രയനാണ്, നസ്രത്തുകാരനാണ് പറഞ്ഞത്. പക്ഷെ നസ്രയനായ യേശു എന്ന് ഇവൻ കേട്ടപ്പോൾ അകത്ത് കിടന്ന ചില വിഷയങ്ങളുമായിട്ട് ഇവൻ അതിനെ കണക്ട് ചെയ്തു.
അവൻ വിളിച്ചത് എന്തുവാ? ദാവീദ് പുത്ര. അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് കേട്ടോ ആ പേരിന്. യേശുവിനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത് അവൻ ദാവീദ് പുത്രനായിട്ടാ. അതിന് വേറെ അർത്ഥമുണ്ട്. പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞൊരു പ്രവചനമുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് രാജ്യഭാരം നടത്തുന്ന ഒരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അവനാണ് ഇവൻ എന്നൊരു വെളിപ്പാട് ഇവനുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം. ജനം പറഞ്ഞത് കേട്ട് മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരുവനാണെങ്കിൽ നിനക്ക് തമ്പുരാനിൽ നിന്നൊന്നും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ജനം പറഞ്ഞതിനെ മാത്രമാണ് നീ ആശ്രയിച്ച് ജീവിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയായിരിക്കും. പക്ഷേ വചനം ഈ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ഒരു വെളിപ്പാട് നീ പ്രാപിച്ചോണം. നമുക്കൊക്കെ ഉള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? നമ്മൾ ജനം പറയുന്നതെല്ലാം കേട്ടങ്ങ് എന്ത് ചെയ്യുക? വിശ്വസിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ ജനം പറഞ്ഞത് കേട്ട് യേശു ഇവൻ നസ്രായനാന്ന് മാത്രം കേട്ട് വിശ്വസിച്ചിരുന്നായിരുന്നെങ്കിൽ ഇവൻ്റെ അത്ഭുതം അന്ന് എന്ത് ചെയ്യത്തില്ലായിരുന്നു? നടക്കില്ല. ഇവൻ അത് കേട്ടപ്പോൾ ഒരു കാര്യം പായി, ഈ നസ്രായനാണ് ദാവീദ് പുത്രൻ. ഈ നസ്രായനാണ് ദാവീദ് പുത്രൻ. ജനം പറഞ്ഞത് മാത്രം കേട്ട് നിങ്ങൾ വിശ്വസിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് നഷ്ടമാകുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ജീവിതം കട്ടപ്പുകയായിട്ട് അവസാനിക്കുകയെന്നേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നും കൂടെ ഒന്ന് ചിന്തിക്കുക. നസ്രായനാകുന്നു ഇവൻ എന്ന് കേട്ട ഉടനെ ഇവൻ ഒരു കാര്യം മനസ്സിലായി. ഇവര് പറയുന്ന പോലെ ഇവൻ നസ്രായനല്ല, ഇവൻ ദാവീദ് പുത്രനാ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരുന്നരുളുമെന്നരുളി ചെയ്തവനാണ് ഇവൻ എന്നവന് മനസ്സിലായി. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. കേട്ടതിനെ മാത്രം ചിന്തിച്ചു പോയാൽ ജീവിതം ചെന്ന് അവതാളത്തിൽ ചെന്നെത്തും. കേട്ടതിനപ്പുറം ഒരു വെളിപ്പാട് പ്രാപിച്ച ജീവിതത്തിൽ പ്രാപിക്കേണ്ടത് നിനക്ക് പ്രാപിച്ചെടുക്കാം. ഇന്നലെ വരെ നിനക്ക് ലഭിക്കാത്ത ചില നന്മ ലഭിക്കണമെങ്കിൽ നിനക്ക് ലഭിച്ച വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ നീ അവനെ വിളിച്ചപേക്ഷിക്കുക. ഇവൻ എന്നാ പറയുന്നതെന്നറിയാമോ? ഇവന് നസ്രായനാ പോകുന്നതെന്ന് കേട്ടപ്പം ഇവൻ എന്നാ പ്രതികരിച്ചത്? 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോഴവൻ യേശുവേ ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര, He's son of David. മശിയായ്ക്കുള്ള മറ്റൊരു പേരാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുവാ? ദാവീദ് പുത്രൻ. ഇവൻ മശിയായാണ്. ഇവൻ കേവലം നസ്രത്തിലെ തച്ചൻ്റെ മകനല്ല, ഇവൻ മശിയായാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിയാണ്. നസ്രയനായ യേശു എന്ന് മാത്രമേ ഇവനോട് പറഞ്ഞുള്ളൂ. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിരിക്കുന്ന ഒരറിവ് യേശുവിനെ കുറിച്ച് ഇവൻ മെനഞ്ഞെടുത്തു. അതാ ഞാൻ ആദ്യം ചോദിച്ചത്, നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ, അതോ പുരുഷാരം പറഞ്ഞത് മാത്രമേ അറിയത്തുള്ളൂ? ഈ കുരുടനെ യേശുവിനെ കുറിച്ച് പുരുഷാരം പറഞ്ഞതല്ല അറിഞ്ഞിരുന്നത്, അതിനേക്കാൾ അപ്പുറമായ ഉന്നതമായ ശ്രേഷ്ഠമായ വചനാധിഷ്ഠിതമായ പ്രവാചകന്മാർ ചെയ്ത ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന അവനാണ് ഇവൻ എന്നുള്ള അറിവിൽ അവനുണ്ടായിരുന്നു. അതിന് തിരികൊളുത്തിയത് ഇവൻ നസ്രയനാണെന്നുള്ള അറിവ് കിട്ടിയപ്പോഴാ. അതാണ് എൻ്റെ പ്രസംഗ വിഷയം. കേവലം പുരുഷാരം അറിയുന്നത് പോലെ മാത്രമേ നിനക്കവനെ അറിയാവോ, അതോ അതിനേക്കാൾ അപ്പുറം? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഭാഷ ഞാൻ കടമെടുത്ത, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അവനെക്കുറിച്ച് വെളിവായി വന്നു. പത്രോസ് അതാണ് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു, ജനമൊക്കെ നിന്നെ പ്രവാചകനായ യിരെമ്യാവെന്ന്, ഏലിയാവെന്ന്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുമ്പോൾ ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒന്ന് സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പാടിൻ പ്രകാരം ഞാൻ വിളിച്ചു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു.
ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ജനലക്ഷം എന്ത് പറയുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടല്ല, സ്വാമി വിവേകാനന്ദൻ എന്തോ പറഞ്ഞെന്നല്ല, ഖുറാനിലെ എൻ്റെ യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞെന്നല്ല, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞെന്നല്ല, അല്ലെങ്കിൽ KP കേശവമേനോൻ തൻ്റെ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞെന്നല്ല, അല്ലെങ്കിൽ യുക്തിവാദിയായ MC ജോസഫ് എട്ടിക്കോവരൊക്കെ യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞല്ല. വെളിപ്പാടിനാൽ ഒരു മർമ്മം എനിക്ക് വെളിവായി വന്നു. അവൻ എൻ്റെ പാപത്തിന്റെ രക്ഷകൻ, അവൻ ദൈവത്തിന്റെ പുത്രൻ. ലോകത്തിന് അവനെ കുറിച്ച് പലതും പറയാനുണ്ടായിരിക്കും, പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്. അതെനിക്ക് വെളിപ്പാടിനാൽ ലഭിച്ചൊരറിവാണ്. അവൻ ദൈവപുത്രൻ. ലോകത്തിന്റെ അറിവ് വെച്ച് നീ നടന്നാൽ ആത്മീയമായതൊന്നും പ്രാപിക്കാനൊക്കത്തില്ല. വേണമെങ്കിൽ ഒരു PhD കിട്ടിയെന്ന് വന്നേക്കാം, പക്ഷെ പാപക്ഷമ വേണമെങ്കിൽ, ആത്മീയ അനുഭവം ജീവിതത്തിൽ വേണമെങ്കിൽ വെളിപ്പാടിനാൽ ചിലത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അത് കർത്താവിനോടൊരു മറുപടി, ഇത് ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാ ദൈവമക്കളും ദൈവിക വെളിപ്പാടിനാൽ യേശു ആരെന്ന് ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം. അവൻ എനിക്ക് മതിയായവൻ, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവൻ. അവൻ എബനേസർ, എൽ ഷഡായ്, എൽ റോയ്. അവൻ എനിക്ക് സകലത്തിനും മതിയായവനാണ്. ചോദിക്കട്ടെ, നിനക്ക് യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു വെളിപ്പാടുണ്ടോ? നിനക്ക് യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടോ? ഈ കുരുടനുണ്ടായിരുന്നു, അവൻ ദാവീദ് പുത്രനാണ്, അവൻ മശിഹായാണ്. ആ അറിവ് അവനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ്റെ പ്രതികരണത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കേ. എന്താ വായിക്കുന്നത് അവിടെ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ഇവൻ ആരാ? ഇവൻ കരുണ കാണിക്കുന്നവനാണ്. ഇവൻ മശിഹ ആയതുകൊണ്ട്, ഇവൻ ദാവീദ് പുത്രനായതുകൊണ്ട് ഇവൻ കരുണ കാണിക്കുന്നവനാണ്. വെളിപ്പാടിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ 3-ാം തട്ടിലേക്ക് അവൻ മാറുക. He is a merciful one. അവൻ കരുണ കാണിക്കുന്നവൻ. വായിച്ചു വന്നിട്ട് യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. കാരണം ആരും വിളിക്കാത്ത ഒരു പേരാ ഞാൻ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. നസ്രായ എന്ന് വിളിച്ചാൽ മറുപടി കൊടുക്കും, നസ്രായൻ തന്നെ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായൊരു പേരായി ഇവൻ ഇവിടെ കിടന്ന് വിളിച്ചിരിക്കുന്നത് ദാവീദ് പുത്രൻ. അവനെ അടുത്തറിയാവുന്ന, അവൻ ആരെന്ന് ശരിക്കറിയാവുന്ന ഒരു പേര്. എന്നിട്ട് നിലവിളിക്കുക, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. നീ കരുണ കാണിക്കുന്ന ദൈവമാ. യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് നമുക്കുണ്ടോ? എന്തൊക്കെയോ നമുക്കറിയാം, ഏതൊക്കെയോ നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ചൊരു 2 പേജ് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ ചിലർക്ക് ഒരു 5 വരി എഴുതുന്നതോടുകൂടെ തീരും. ബാക്കി എന്തോ എഴുതണ്ടേന്ന് അവർക്ക് അറിയില്ല. എന്നാൽ വേറെ ചിലർക്കോ 1000 നാവുകളാൽ അതങ്ങ് എഴുതിക്കൊണ്ടേയിരിക്കും. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലെ ആകുന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പറയാനുണ്ട്. അവർക്ക് വാതോരാതോണം പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് യേശുവിനെ കുറിച്ച് അറിയേണ്ടവണ്ണോ അറിയാമോ? ഈ കുരുടൻ്റെ 3 അറിവുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1, ജനം പകർന്നു കൊടുത്ത അറിവ്. 2, പ്രാപിച്ചെടുത്ത അറിവ്. 3, അവൻ്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ യേശുവിൽ കണ്ട അറിവ്. ആദ്യത്തേത് ജനം പകർന്നു കൊടുത്തതാണ്. അവൻ നസ്രായൻ. നമുക്ക് ജനം പറഞ്ഞ നഗരത്ത് എന്തോ? യേശുവിൻ്റെ അമ്മയുടെ പേര് നമുക്ക് അറിയാം, ജനം പകർന്നതാ. യേശുവിൻ്റെ അപ്പൻ്റെ പേര് അറിയാം, എത്രാം വയസ്സിൽ സ്നാനപ്പെട്ടെന്നറിയാം, എപ്പോൾ ചത്തെന്നറിയാം, എത്ര അത്ഭുതം ചെയ്തെന്നറിയാം, ആദ്യത്തെ അത്ഭുതം ഏതാണെന്നറിയാം. ഇതൊക്കെ ജനം പകർന്ന അറിവാ. അത് വിട്ട് വെളിപ്പാടിനാൽ ഒരറിവ് നീ പ്രാപിച്ചിട്ടുണ്ടോ? ആദ്യത്തേതൊക്കെ ശരിയാ,
അതിൻ്റെ അപ്പുറം ഇവൻ്റെ 3 അറിവുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അവസാനത്തെ അറിവ് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. അത് കേട്ട ഉടനെ കർത്താവ് നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അറിയേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ പ്രാപിക്കേണ്ടതൊന്നും എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാനൊക്കത്തില്ല. കർത്താവിനെ കുറിച്ച് അറിയേണ്ടവനൊന്നും അറിയണം. അതറിയാവുന്നവരോട്ട് പറഞ്ഞു തരത്തുമില്ല. അവരെന്ത് പറയും, ഇതൊക്കെ ഞങ്ങൾ എത്ര ദിവസം മുട്ടും മരുന്ന് പ്രാപിച്ചാന്ന് അറിയാമോ? നീ ഇരിക്കുമെന്ന് പറയും. എൻ്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുക, കർത്താവിനെക്കുറിച്ച് വല്ലതും നീ മനസ്സിലാക്കിയെങ്കിൽ നീ അത് പറഞ്ഞു കൊടുക്കപ്പാ. അത് പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും വേണ്ട. അവനെ വിട്ട് ഞാൻ അടുത്ത ആളുടെ അടുക്കിലേക്ക് പോവുക. ഇതാരാ? യെരിഹോവിലെ കുരുടൻ്റെ അറിവ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. അടുത്ത അറിവ്. അപ്പോൾ ആ മനുഷ്യർ ആശ്ചര്യപ്പെട്ടു. ഏത് മനുഷ്യർ? ആരായി മനുഷ്യർ? ബോധകൃഷ്ണനോ? അതിന് മുമ്പിലത്തെ വാക്യം ആരാ? അതിന് മുമ്പിലത്തെ വാക്യം വായിച്ചാൽ വരും. ആരായി മനുഷ്യർ? ആരാന്ന് അവര്? യേശുവിൻ്റെ കൂടെ പടക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരാ. പടക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരാ. അവരിപ്പോൾ എന്തോ വിളിക്കുന്നത്? ആ മനുഷ്യർ ആശ്ചര്യപ്പെട്ടു. എന്താ കാരണം? എന്നിട്ട് ആശ്ചര്യപ്പെട്ടു. എന്തോ പറയുന്നത്? ഇവൻ എങ്ങനെയുള്ളവനാ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ധാരാ പറയുന്നേ? ശിഷ്യന്മാര്. അവിടെയാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇത്രയും നാള് കൂടെ നടന്നിട്ടും യേശുവിന്മേൽ ഇങ്ങനൊരു അധികാരം ഉണ്ടെന്ന് അവരറിഞ്ഞിട്ടില്ല. സംഗതി ആൾ ഭൂതത്തെയൊക്കെ പുറത്താക്കുമെന്നറിയായിരുന്നു. പനിയൊക്കെ സൗഖ്യമാക്കും, കുരുടന് കാഴ്ച കൊടുക്കും, ഉടൻ തന്നെ നടക്കുമാറാക്കും, കുഷ്ഠരോഗിയെ ശുദ്ധരാക്കും. പക്ഷെ കാറ്റും കടലും ഒക്കെ ഇവൻ പറഞ്ഞാൽ കേൾക്കുമോ? അവർ ഇത് ഏത് ടൈപ്പാപ്പാ ഇവൻ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇവൻ ഏതാ ടൈപ്പ് അല്ലേ? അതാ ചോദിച്ചത്. ഇവൻ എങ്ങനെയുള്ളവൻ? എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ? And the men marveled, saying, What sort of man is this? What sort of man? ഇത് എന്ത് ടൈപ്പ് മനുഷ്യനായത്? ഇതേത് ജാതി മനുഷ്യനായത്? കാരണം കാറ്റും കടലും കൂടെ. ശിഷ്യന്മാർക്ക് അന്നൊരു കാര്യം മനസ്സിലായി. ഇത് കേവലം ഭൂതത്തെ മാത്രം പുറത്താക്കുന്നവനല്ല ഇവൻ കേവലം കുഷ്ഠരോഗികളെ മാത്രം ശുദ്ധനാക്കുന്നവനല്ല. ഇവൻ കേവലം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നവൻ മാത്രമല്ല. ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ മാത്രമല്ല. ഇവൻ മനുഷ്യരുടെ ആവശ്യങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്നവനല്ല, പ്രകൃതിയിന്മേലും അധികാരമുള്ളവനാണ് എൻ്റെ യേശു. അവരത്ഭുതപ്പെട്ടു. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? എൻ്റെ ചോദ്യം, നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ? എന്തൊക്കെയോ അറിയാം, ഇപ്പോഴും അറിയേണ്ടവണ്ണം അവനെ അറിഞ്ഞിട്ടില്ല. പലരും അറിയും എപ്പോഴാ? ചത്ത് കഴിയുമ്പോൾ. ഈ ഓരോരുത്തരെ കുറിച്ച് അറിഞ്ഞത് എപ്പോഴാണെന്ന് വേണമെങ്കിൽ ചില പെന്തക്കോസ്തുകാരുടെ മരണശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ച് പോകണം. എൻ്റെ അപ്പ ഈ പറയുന്ന മുഴുവൻ ഇയാളെക്കുറിച്ച് തന്നെ ആണോന്ന് നമുക്ക് പോലും എന്തു ചെയ്യും? അത്ഭുതം തോന്നി. എന്തൊക്കെയാ അവിടെ പറഞ്ഞു കൂട്ടിയേക്കുന്നത്? എന്നിട്ട് തോന്നുന്നു ഇത്രേ അറിയാവുന്ന ഇവരാണോ ഈ മനുഷ്യനോട് ഇങ്ങനെ കാണിച്ചേ? നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഏടാപ്പാ, ഇയാൾ എനിക്ക് പിതാവിനെ പോലെ, ഇയാൾക്ക് എൻ്റെ ചേട്ടനെ പോലെ, ഇയാൾ. എന്നിട്ട് ഈ മനുഷ്യനോടാണോ ഈ മനുഷ്യൻ ഇത്രയൊക്കെ കൊമ്പ് കോർത്തത്? ഞാൻ പേരൊന്നും പറയുന്നില്ല. നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ? യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാമോ? കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല ഇവൻ്റെ അധികാരത്തിൻ്റെ സീമ എവിടം വരെ ഉണ്ടെന്ന്. നിനക്ക് യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാമോ?
കൂടെ നടന്ന ശിഷ്യന്മാർക്ക്, ഞാൻ ഒന്നുകൂടെ പറയാം, 3.5 വർഷം കൂടെ നടന്നിട്ട് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ല. ഓർക്കുന്നില്ലയോ? 3 ദിവസമേ മാറിയുന്നുള്ളൂ. എത്ര? 3 ദിവസം അല്ലേ? 3 ദിവസമേ മാറിയുള്ളൂ എന്ന് കൂട്ടത്തിൽ നിന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം മൈലുകളോളം കൂടെ നടന്ന് വർത്തമാനം പറഞ്ഞിട്ട് തിരുവഴുത്തിലെ എല്ലാ കാര്യവും അകത്തൊരു കത്തിലുണ്ടെങ്കിലും എന്തുവാണെന്നറിയാമോ, വിവരം അങ്ങോട്ട് എന്ത് ചെയ്തില്ല, വെളിപ്പെട്ടില്ല അല്ലേ? എന്നിട്ട് പിന്നെ പറഞ്ഞു, അപ്പം ശരിയായിരുന്നു പറയുമ്പോൾ ഒരു കത്തലുണ്ടായിരുന്നു അകത്ത്. കത്തി അവസാനിക്കുമെന്നല്ലാതെ അപ്പോഴത്തേനും എടാ 3 ദിവസമേ മാറിയുന്നുള്ളൂ. വെള്ളി, ശനി, ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്? കൂടെ നടക്കാൻ സംസാരിക്കാൻ പോവുക. മൈലുകൾ കൂടെ നടന്നിട്ട് ഇവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ലെന്ന്. എനിക്ക് ആ ഭാഗം വായിച്ചിട്ട് എനിക്ക് തലവരുത്തിട്ടുണ്ട് ഇല്ലേ? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നടക്കുന്നത്. എടാ ശബ്ദം കേട്ടാലെങ്കിലും തിരിച്ചറിയണ്ടേ? അവസാനം അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോഴാ വിവരം മനസ്സിലായേ. അപ്പോഴാ കണ്ണ് തുറന്നേ. 3 ദിവസം കൊണ്ട് കണ്ണടഞ്ഞു പോയിട്ടുണ്ട്. പോട്ടെ, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിനക്കവനെ അറിയേണ്ടവണ്ണം അറിയാമോ? കൂടെ നടന്നിട്ട് 3.5 വർഷം കൂടെ നടന്ന് അപ്പം പങ്കിട്ട് കർത്താവ് തന്നതൊക്കെ ഭക്ഷിച്ച്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഭക്ഷിച്ച്, അവനോടുകൂടെ മാനവും എല്ലാം നീ സഹിച്ച്, എല്ലാം അനുഭവിച്ചിട്ട് നീ അവനെ അറിയാതെ പോയോ? ഒരാളെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശിഷ്യന്മാർക്ക് ഇത്രയും അധികാരമുള്ളവനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവിടെ നിൽക്കുന്നു പറയുന്നത്. കാറ്റേന്തി അവിടെ നിന്നില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ഞങ്ങൾക്കറിയാം അവൻ ആകാശത്തെ കെട്ടാൻ കഴിവുള്ളവനാ, അവൻ ആഴിയെ തുറക്കാൻ കഴിവുള്ളവനാ, കടലെ സമുദ്രത്തിന് മണൽ കൊണ്ട് അടിസ്ഥാനമിട്ടവനവന്. സമുദ്രനിരപ്പിനും താഴെ എത്ര പട്ടണങ്ങളും എത്ര ദേശങ്ങളും ഇപ്പോഴും ഉണ്ട്. ഒന്നും വെള്ളം അങ്ങോട്ട് ഓടി വരുന്നില്ലല്ലോ. നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ താഴെ താമസിക്കുന്ന നമുക്ക് വാട്ടർ ബോംബ് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. സമുദ്രനിരപ്പിന് താഴെയുള്ള പട്ടണങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഭൂപ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇതിനെന്നെ അതിരിട്ടേക്കുന്നത് എന്തുവാ? ബൈബിൾ പറയുന്നു മണൽ കൊണ്ട് അതിരിട്ടേച്ച് പറഞ്ഞു ഇത്രത്തോളമേ വരാവൂ. ഇവിടുന്ന് ഇനി അനങ്ങണമെങ്കിൽ എൻ്റെ അനുമാനം വേണം. വെള്ളം എപ്പോഴും താഴ്ന്ന നിലത്തോട്ടല്ലേ ഒഴുകേണ്ടത്. എന്നിട്ട് തന്നെ ഇതിനെ മൂടിക്കളയാത്തെ. എൻ്റെ തമ്പുരാൻ്റെ വാക്കിൻ്റെ മുൻപിൽ അവൻ അനങ്ങാൻ പറ്റത്തില്ല, ചലിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവൻ പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളമേ വരാവൂ. എന്തുകൊണ്ട് അതിലിട്ടു? സിമെൻറ്റ് കൊണ്ടോ? പാറക്കല്ലിട്ടിട്ടു. പാറക്കല്ലൊക്കെ ഇട്ട തിരുമല ആടിച്ച് പറിച്ച് കൊണ്ട് കൂടെ കളയും. അതിലിട്ടേക്കുന്ന മണൽ കൊണ്ട്, ഒന്നിനോട് മണൽ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു ഇത്രത്തോളമേ വരാവൂ. എൻ്റെ തമ്പുരാൻ്റെ വാക്കിൻ്റെ ശക്തി എന്താന്ന് അറിഞ്ഞവനാ ഞാൻ. അവൻ പറയുന്നു നിൻ്റെ കൂടാരത്തിന് ചുറ്റും ഞാനൊരു അതിരിട്ടിരിക്കും, നിൻ്റെ വാഹനത്തിന് ചുറ്റും അതിരിട്ടിരിക്കും, നിനക്ക് ചുറ്റും ഞാൻ അതിരിട്ടിരിക്കും. ഇയ്യോബിനോട് പറയാം നിനക്ക് ചുറ്റും ഞാൻ വേലി കെട്ടി നിന്നെ സൂക്ഷിച്ചിരിക്കും. എൻ്റെ അനുവാദം കൂടാതെ ഒറ്റ ഒരുത്തനകത്ത് കയറത്തില്ല. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവനെ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതം, അവനെൻ്റെ കോട്ടം, ഒരു ബാധയും എൻ്റെ കൂടാരത്തിനടുക്കത്തില്ല. അവനാരാന്ന് നിനക്കറിയാമോ? ഇല്ലേ? ചിലപ്പം പറയാറുണ്ട് നമ്മളെ അമ്മയപ്പന്മാരായ നമ്മൾ കുഞ്ഞു, നീ ധൈര്യമായിട്ട് ഇപ്പോൾ ഒറ്റ മനുഷ്യൻ നിന്നെ തൊടത്തില്ല. ആ വാക്കിൻ്റെ ബലത്തിലാ കൊച്ചെന്ത് ചെയ്യുന്നേ പോന്നേ. കാര്യം എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ആരും നിന്നെ തൊടത്തില്ലെന്ന്. എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ആരും നിന്നെ തൊടത്തില്ല, നിനക്കെതിരായി ഒരായുധവും വലിക്കത്തില്ല. നീ ധൈര്യത്തോടെ പൊക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഗിദെയോനെ പറഞ്ഞയക്കുമ്പോൾ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നീ പോ. ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കാൻ പോവടെ. നിനക്കവൻ ആരാന്നറിയാമോ? നിനക്കവൻ ആരാന്നറിയാമോ?
ശിഷ്യന്മാർക്ക് യേശുവിന് ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന് അവരറിഞ്ഞില്ല. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ സമാപ്തി കുറിക്കുക. കർത്താവ് അനുവദിച്ചാൽ ബാക്കി അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. എന്നെ വിളിച്ചവനാരാന്ന് എനിക്കറിയാം. എന്നോട് വാക്ക് പറഞ്ഞവനാരാന്ന് എനിക്കറിയാം. എനിക്ക് വാക്തത്വം തന്നവനാരാന്നറിയാം. ഞാൻ അവൻ്റെ മഹത്വം കാണും. എന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവനാരാന്ന് എനിക്കറിയാം. അവൻ്റെ വാക്കിനെ വിശ്വസിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്കൊരു ദിവസം എഴുന്നേറ്റ് നിൽക്കാം. അവനാരെന്ന് നിനക്കറിയാമോ? അതോ ജനം പറഞ്ഞത് മാത്രമേ നിനക്കറിയാമോ? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, തൻ്റെ ഉള്ളങ്കയിൽ സമുദ്രത്തിൻ്റെ വെള്ളത്തെ മുഴുവൻ അളന്നു കൂട്ടുന്നവൻ, ആഴിക്കും മണൽ തരി കൊണ്ട് മണൽ അതിരിട്ടവൻ, അവൻ നിൻ്റെ രക്ഷകനാ. അവനാ നിൻ്റെ കർത്താവ്. അവനാ നിന്നെ രക്ഷിച്ചേ. അവനാ നിന്നോട് കൂടിയിരിക്കുന്നത്. അവനാ നിൻ്റെ ജീവിതയാത്രയിൽ നിന്നെ വിളിച്ചിറക്കിയത്. അവൻ ആഴിമേൽ നടന്നവനാ. സിംഹത്തിൻ്റെ വായടച്ചവനാ. അവനാണെന്ന് നിനക്കറിയാമോ? അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാ. നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാ.